കഴിഞ്ഞ ദിനം IPL ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടത്തിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. അതിലൊന്നിൽ നായകൻ സഞ്ജു സാംസണാണ്, മറ്റൊന്നിൽ ഇഷാൻ കിഷനാണ്. നമുക്ക് ആ വിഷയങ്ങളിലേക്കൊന്ന് കടക്കാമെന്ന് തോന്നുന്നു. ചെന്നൈ താരം സഞ്ജു സാംസണും ഹൈദരാബാദ് താരം ഹെൻറിച്ച് ക്ലാസനും തമ്മിലുള്ള വാക്പോരായിരുന്നു മത്സരത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ മൊമെന്റുകളിലൊന്ന്. ചെന്നൈ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഹൈദരാബാദിനായി ഇഷാൻ കിഷൻ 47 പന്തിൽ 70 റൺസും ക്ലാസൻ 26 പന്തിൽ 47 റൺസും ഇവരുടെ തകർപ്പൻ പ്രകടനമാണ് ഇവർ രണ്ടുപേരും പുറത്തെടുത്തത്. 6 ഫോറുകളും 2 സിക്സറുകളുമായി ക്ലാസൻ ചെന്നൈ ബോളർമാരെ നിലംപരിശാക്കുന്നതിനിടയിലാണ് 15ാമത്തെ ഓവർ വരുന്നത്. നൂർ അഹമ്മദ് ആയിരുന്നു ബോളർ. നൂർ അഹമ്മദ് ചെന്നൈക്ക് പ്രതീക്ഷ നൽകിയ ഒരു ബ്രേക്ക് ത്രൂ നൽകിക്കൊണ്ട് ക്ലാസിനെ പുറത്താക്കുന്നു ആ ഓവറിൽ. നൂറിൻ്റെ പന്തിനേക്കാൾ സഞ്ജുവിൻ്റെ ബ്രില്യൻസ് ആയിരുന്നു ആ വിക്കറ്റ് കിട്ടാനുള്ള പ്രധാന കാരണം. നൂർ അഹമ്മദിൻ്റെ തകർപ്പൻ ഗൂഗ്ലിയിൽ ക്ലാസൻ ബീറ്റനായ നിമിഷം. കണ്ണടച്ച് തുറക്കും വേഗത്തിലാണ് സഞ്ജു സാംസൺ ബെയിൽസ് തെറിപ്പിക്കുന്നത്, സ്റ്റംപ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണി ഇങ്ങനെ മിന്നൽ വേഗത്തിൽ സ്റ്റംപ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാലൊന്ന് പൊങ്ങിയാൽ സ്റ്റംപ് ചെയ്യുമെന്ന മട്ടിൽ തന്നെയായിരുന്നു സഞ്ജുവിൻ്റെയും സ്റ്റംപിങ്. അസൽ മിന്നൽ വേഗം, ലോകോത്തര സ്റ്റംപിങ്. ചെപ്പോക്കിലെ ക്രിക്കറ്റ് പ്രേമികളെ ആവേശഭരിതരാക്കാൻ സഞ്ജു ക്രിയേറ്റ് ചെയ്ത ഒരു ധോണി മൊമെൻ്റ് ആയിരുന്നു അത്. രസകരമായ കാര്യമെന്നത് സഞ്ജുവിൻ്റെ സ്റ്റംപിംഗ് കാണാൻ ആ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയും ഉണ്ടായിരുന്നു എന്നതാണ്. ഈ സീസണിൽ നമുക്കറിയാം ചെന്നൈയുടെ പരിശീലന റീലുകളിലെല്ലാം പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും ധോണി ഡ്രസ്സിംഗ് റൂമിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ വന്നിരിക്കുന്നത്. പരിക്ക് കാരണം ഈ സീസണിൽ ധോണി ഒരൊറ്റ മത്സരത്തിലും പോലും കളിച്ചിട്ടില്ല. ആ ധോണിയെ സാക്ഷി നിർത്തിയായിരുന്നു ശരവേഗത്തിലുള്ള മിന്നൽ സ്റ്റംപിംഗ് സഞ്ജു സാംസൺ പുറത്തെടുത്തത്. സ്റ്റംപ് ചെയ്ത ശേഷം ആവേശത്തോടെ തുള്ളിച്ചാടിയ സഞ്ജു റീപ്ലേ കാണും മുമ്പ് തന്നെ അത് ഔട്ടാണെന്ന് ഉറപ്പിച്ചിരുന്നു. ഇതേ ചാട്ടത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. നമുക്കറിയാം, ഇങ്ങനെ സ്റ്റംപ് ചെയ്ത ശേഷം മഹേന്ദ്ര സിംഗ് ധോണിയും ആവേശത്തോടെ ചാടുന്ന പോസ് നമ്മൾ എത്രയോ പോസ്റ്റുകളിൽ, എത്രയോ ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും നമ്മുടെ ഗതകാല സ്മരണകളാണ്. അമ്പയർ ഇതിനിടെ തേർഡ് അമ്പയർക്ക് വിടുന്നു, റിവ്യൂ ടൈമാണ്. TV റീപ്ലേയിൽ ക്ലാസൻ ഔട്ടാണെന്ന് വിധിക്കുന്നു. അതോടെയാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. നൂർ അഹമ്മദ് അടക്കമുള്ള ചെന്നൈ താരങ്ങൾ സഞ്ജുവിനെ പൊതിഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നതിനിടെയാണ് വിക്കറ്റ് നഷ്ടമായതിൻ്റെ കടുത്ത നിരാശയിൽ ക്ലാസൻ മടങ്ങുന്നത്. ക്ലാസൻ ആ സമയത്ത് സഞ്ജു സാംസനെ തിരിഞ്ഞു നോക്കി എന്തോ പറയുന്നു. സഞ്ജുവും ആ സമയത്ത് തിരിച്ച് പ്രതികരിക്കുന്നു. നമുക്കറിയാം, സഞ്ജുവിൻ്റെ 12 വർഷത്തോളം നീണ്ട കരിയറിൽ ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വതവേ പലപ്പോഴും വളരെ അഗ്രസീവായ സമയത്ത് പോലും ഒരു ചെറു ചിരിയോടെ എല്ലാ പ്രശ്നങ്ങളെയും സ്ലഡ്ജിങ്ങിനെയും ചിരിച്ചു തള്ളുകയാണ് സഞ്ജുവിൻ്റെ പതിവ് എന്ന് നമുക്കറിയാം. ഇനി അഥവാ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ബാറ്റ് കൊണ്ടാണ് സഞ്ജു നിശബ്ദനായി മറുപടി നൽകാറുള്ളത്. അപ്പോൾ ആ സമയത്ത് സഞ്ജുവിൻ്റെ കണ്ണുകളിൽ പോലും ഉണ്ടായിരുന്നു ക്ലാസിന് നേരെയുള്ള ഒരു മറുപടി. ക്ലാസൻ വീണ്ടും സഞ്ജുവിന് നേർക്ക് വിരൽ ചൂണ്ടി എന്തോ വിളിച്ചു പറഞ്ഞെങ്കിലും ശിവൻ ദൂബെ ഇടപെട്ട് ക്ലാസിനെ പറഞ്ഞേക്കുകയായിരുന്നു. പിന്നീട് അമ്പയറോടും സഞ്ജു കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ക്ലാസൻ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമല്ലെങ്കിലും അതുവരെ ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന സഞ്ജുവിൻ്റെ മുഖഭാവം മാറുന്നത് ഈ വീഡിയോയിൽ വ്യക്തമാണ്. സംഭവം മാച്ച് റഫറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇരു താരങ്ങൾക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികെ പുറത്തായതിൻ്റെയും മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെയും സമ്മർദ്ദമായിരിക്കാം ആ സമയത്ത് ക്ലാസിനെ ചൊടിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ സംഭവം. ക്ലാസൻ പുറത്തായെങ്കിലും ഒരറ്റത്ത് ഉറച്ചു നിന്ന ഇഷാൻ കിഷനാണ് ഹൈദരാബാദിനെ സുരക്ഷിതമായി വിജയതീരത്തേക്ക് എത്തിച്ചത്. 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് ലക്ഷ്യം കാണുകയുണ്ടായി. ഈ വിജയത്തോടെ ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പിച്ചപ്പോൾ ലീഗ് ഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ നേരിട്ട ഈ ഒരു തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫിന്റെ സാധ്യതകൾക്ക് തന്നെ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. അപ്പോൾ അതിനുശേഷം വിജയിച്ചതിനു ശേഷം ചെപ്പോക്കിലെ ഗാലറി ഒന്നടങ്കം മഹേന്ദ്ര സിംഗ് ധോണിയുടെ വിടപറച്ചിൽ ചടങ്ങുകൾക്കായി കാത്തു നിൽക്കുമ്പോഴാണ് ഹൈദരാബാദ് താരമായ ഇഷാൻ കിഷന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു അംഗവിക്ഷേപം ഉണ്ടായത്. CSK ആരാധകരെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിലായിരുന്നു മത്സരശേഷം ഇഷാന്റെ ചില ആംഗ്യങ്ങൾ. ജയിപ്പിച്ചതിന് പിന്നാലെ ഗാലറിയിലെ CSK ആരാധകർക്ക് നേരെ വിസിൽ പോഡ് ആംഗ്യം കാണിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ തൊട്ടു പിന്നാലെ സ്റ്റേഡിയത്തിൻ്റെ എക്സിറ്റ് ഗേറ്റുകളിലേക്ക് വിരൽ ചൂണ്ടി ഇനി എല്ലാവരും വീട്ടിൽ പോയി വിസിലടിക്കൂ എന്നും ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. കാണികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇഷാൻ കിഷൻ നടത്തിയ ഈ ഒരു പ്രകടനത്തെ ആ സമയത്ത് തന്നെ വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുകയുണ്ടായി. അതുകൂടാതെ ഇഷാൻ കിഷൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും വിസിൽ ആക്ഷൻ ആവർത്തിച്ചോടെ അദ്ദേഹം വീണ്ടും വിവാദത്തിലായി. മത്സരത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചുകൊണ്ട് ഇഷാൻ നൽകിയ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: വിസിലുകളേക്കാൾ ഉറക്കെ ശബ്ദിച്ചത് ബാറ്റ് മാത്രമായിരുന്നു, ഇനി പ്ലേ ഓഫിലേക്ക്. ഇതും ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കളി തോറ്റത് മാത്രമല്ല, ധോണിയുടെ നന്ദി പറച്ചിലിനും തയ്യാറായി നിൽക്കുകയായിരുന്ന അവർക്ക് കടുത്ത ഹൃദയവേദന ഉണ്ടാക്കുന്നതായിരുന്നു.
അത് വിമർശനം ഏറ്റുവാങ്ങി. ക്രിക്കറ്റ് ചരിത്രത്തിലെ നമുക്കറിയാം ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലാണ് IPL ഇതിഹാസമാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അദ്ദേഹത്തിന് നന്ദി പറയാനും വിട പറയാനും വേണ്ടി വൈകാരികമായി കാത്തിരിക്കുന്ന ചെന്നൈ ആരാധകർക്ക് നേരെയാണ് ഇഷാൻ കിഷൻ ഇത്തരമൊരു വില കുറഞ്ഞ നീക്കം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന കമൻറ്റുകൾ, സോഷ്യൽ മീഡിയ കമൻറ്റുകൾ. ഇഷാന്റെ പെരുമാറ്റത്തിൽ ചെന്നൈ ആരാധകർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് മാന്യന്മാരുടെ ജെന്റിൽമാൻ ഗെയിമാണെന്നും ആരാധകരെ ബഹുമാനിക്കാൻ കളിക്കാർ തയ്യാറാകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഗവാസ്കറിനെ പോലുള്ള, അശ്വിനെ പോലുള്ള, അമ്പാട്ടി റായുഡുവിനെ പോലുള്ള മുൻ താരങ്ങളും ഇഷാനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇഷാൻ ചെന്നൈ ആരാധകരെ ഇങ്ങനെ അഗ്രസീവായി പരിഹസിച്ചത് തെറ്റാണെന്നും ഇഷാന്റെ പക്വതയില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് എന്നായിരുന്നു അമ്പാട്ടി റായുഡുവിന്റെ പ്രതികരണം. ഫാൻസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാം ആവാമെന്നായിരുന്നു അശ്വിന്റെ ഉപദേശം. ഏതായാലും ഈ ഒറ്റ മത്സരത്തിൽ 2 വിക്കറ്റ് കീപ്പർമാർ, 3 വിക്കറ്റ് കീപ്പർമാർ, ക്ലാസനും വിക്കറ്റ് കീപ്പറാണല്ലോ. അപ്പോൾ ഇവർ 3 പേരും ഉൾപ്പെട്ട ഈ സംഭവം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മത്സരത്തിന്റെ ആവേശത്തെ കാണിക്കുന്നത് കൂടിയാണ് ഈ കഴിഞ്ഞ മത്സരത്തിലെ ഇത്തരം രംഗങ്ങൾ.